it's me Vijitha. Welcome back to my YouTube channel Vijitha's Vibrant Visions. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നിക്ക് 20ാമത്തെ ദിവസമായില്ലേ. അപ്പോൾ രാമായണ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമന്റും പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള എനിക്കുള്ള പ്രോത്സാഹനമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട ഇന്നത്തെ ബാക്കി കഥയിലോട്ട് പോവാം അല്ലേ. ഇന്നലത്തെ ബാക്കി കഥയിലോട്ട് നമുക്ക് ഇന്ന് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഹനുമാൻ ബാക്കിയുള്ള വാനരന്മാരെയൊക്കെ ആ നിരാശാഭാവത്തിൽ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും, സീതേനെ കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല, 1 മാസം കഴിഞ്ഞു, അവിടെ പോയാൽ സുഗ്രീവന്റെ കൈ കൊണ്ട് മരണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ മരണം എന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ നിൽക്കുന്ന വാനരന്മാരെ ഹനുമാൻ സ്വാമി സമാധാനിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇന്നലെ കഥ നിർത്തിയത്. പിന്നീട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാനരന്മാർ ഓരോന്ന് ചർച്ച ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അവിടേക്ക് ചിറകില്ലാത്തൊരു പക്ഷി വരുന്നു. വലിയൊരു കഴുകനാണ്, പക്ഷെ ആ കഴുകന് ചിറകുകളില്ല. ആ കഴുകന്റെ പേരാണ് സമ്പാദി എന്നാണ് പേര്. അപ്പൊ എന്താണ്, ആ കഴുകൻ ഒരു കാര്യം കേട്ടു. എന്താണ് ഈ വാനരന്മാർ സംസാരിക്കുന്നതെന്ന് ഒരു കാര്യമാണ് കേട്ടത്. വാനരന്മാർ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, രാമനും ലക്ഷ്മണനും കൂടി സീതാദേവിനെ ഇങ്ങനെ തേടി വരുന്ന സമയത്ത് ജഡായുവിനെ കണ്ടു. സീതാദേവിനെ കൊണ്ടുപോകുന്ന രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു തടയാൻ ശ്രമിച്ചപ്പോൾ ജഡായുവിന്റെ ചിറകൊക്കെ മുറിച്ചു രാവണൻ വധിച്ചു. എന്നിട്ട് ജഡായു ആണ് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു കൊടുത്തത് എന്ത്, രാവണനാണ് സീതാദേവിയെ തട്ടിക്കൊണ്ട് പോയത്. അപ്പൊ അങ്ങനെ ജഡായു ഒക്കെ തന്റെ ജീവൻ ത്യജിച്ച് ത്യാഗം ചെയ്തില്ല. അതുപോലെ രാമകാര്യത്തിനായിട്ട് ജീവൻ ത്യജിച്ച് ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാനരന്മാര് സംസാരിക്കുമ്പോൾ ഈ സമ്പാദി എന്ന് പറയുന്ന കഴുകൻ എന്ത് ചെയ്തു എന്നറിയോ, ഇത് കേട്ടു. ഇത് കേട്ടപ്പോ ഇങ്ങനെ അടുത്തേക്ക് നടന്നു വന്നു സമ്പാദി എന്ന് പറയുന്ന ആ കഴുകൻ. എന്താണ് സംഭവം, ആ ജഡായു എന്ന് പറയുന്ന പക്ഷി ആരാന്നറിയോ, ഈ സമ്പാദി എന്ന് പറയുന്ന കഴുകന്റെ സഹോദരനാണ്. അപ്പൊ തന്റെ സഹോദരനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, സമ്പാദി അടുത്തേക്ക് വന്നത്. അവിടെ മഹേന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ഗിരി ഉണ്ടായിരുന്നു, ഒരു മല ഉണ്ടായിരുന്നു. ഈ വാനരന്മാര് ഉണ്ടായിരുന്ന കടൽ തീരത്തിന്റെ അടുത്ത് മഹേന്ദ്രഗിരി. ആ മഹേന്ദ്രഗിരിയിലായിരുന്നു സമ്പാദി എന്ന് പറയുന്ന കഴുകൻ താമസിച്ചിരുന്നത്. അപ്പൊ ആദ്യം ഈ വാനരന്മാരൊക്കെ കണ്ടപ്പോ ഈ സമ്പാദിക്ക് ചെറുതില്ലാത്തതുകൊണ്ട് മുന്നിൽ വരുന്ന ഭക്ഷണത്തെ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പൊ വാനരന്മാരെ തിന്നാന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടേക്ക് പോയിണ്ടായിരുന്നപ്പം ഈ കാര്യം കേട്ടു. തന്റെ സഹോദരനെ കുറിച്ചുള്ള കഥ കേട്ടപ്പം ആ വാനരന്മാരോട് പോയി ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്, ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അപ്പൊ അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു, സീതാദേവി അന്വേഷിക്കാനാണ് വന്നത് ഞങ്ങള്. എന്താണ് ജഡായുവിനെ കൊന്ന കഥ കേട്ടുകൊണ്ടാണ് വരുന്നത്, സമ്പാദി വരുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സമ്പാദി എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് സമ്പാദി പറഞ്ഞു, ഞാന് ആ ജഡായുവിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, എനിക്ക് എൻ്റെ സഹോദരന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം, എന്നെ നീ കടലിന്റെ അങ്ങോട്ട് ആക്കി തരും എന്നൊക്കെ പറയുമ്പോൾ വാനരന്മാരെ എടുത്ത് അങ്ങോട്ടൊക്കെ കൊണ്ടുവച്ചിട്ട് സമ്പാദി എന്ത് ചെയ്യും, തന്റെ സഹോദരനായിട്ടുള്ള ജഡായുവിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കടലിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സീതാദേവിയല്ലേ അന്വേഷിച്ചു പോകുന്നത്, എൻ്റെ സഹോദരനെ വധിച്ചത് കൊണ്ട് എനിക്കും രാവണനോട് അടങ്ങാത്ത പകയുണ്ട്. പക്ഷെ അവനോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി എനിക്ക് ഇന്നില്ല, വാർദ്ധക്യം എന്നെ ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ കഴുകനായതുകൊണ്ട് എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. സീതാദേവി എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു സമ്പാദി എന്ന് പറയുന്ന കഴുകൻ. എന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു, ഈ കടലിന്റെ അക്കരെ ത്രികൂട പർവ്വതം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളില് ലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തില് രാവണന്റെ അന്തപുരത്തിന്റെ അടുത്തുള്ള അശോകവനം എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തില് ഒരു ശിംശിബ വൃക്ഷ ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് സീതാദേവിയെ കാണാൻ കഴിയും എന്ന് സമ്പാദി പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോഴേക്ക് വാനരന്മാർക്ക് ശ്വാസം വീണു. കാരണം ഇപ്പൊ മരിക്കും, എന്തായാലും മരണം ഉറപ്പ് എന്ന് പറഞ്ഞ് ഇരുന്നുണ്ടായിരുന്നവരാണ് ആ വാനരന്മാരില്ലേ. സീതാദേവി അവിടെ ഉണ്ടെന്ന് കേട്ടപ്പോ എല്ലാവർക്കും ശ്വാസം വീണു. പിന്നീട് ആരങ്ങോട്ട് പോകുന്നായി ചോദ്യം. സീതാദേവിനെ ഒന്ന് കണ്ട് ശ്രീരാമന്റെ എന്താണ് ഈ സന്ദേശം കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ആരങ്ങോട്ട് പോകും എന്നാണ് ചോദ്യം. കാരണം ഈ കരയിൽ നിന്ന് അപ്പുറത്തെ ദ്വീപിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 100 യോജന ചാടണം. ആ പക്ഷിക്ക് ചിറകുണ്ട് എന്നുണ്ടെങ്കിൽ പറക്കായിരുന്നു സമ്പാദിക്ക്. പക്ഷെ 2 ചിറകുകളും ഇല്ലാത്ത പക്ഷിയാണ് സമ്പാദി. ആ സമ്പാദി തന്റെ കഥയൊക്കെ ഈ വാനരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും ജഡായും സഹോദരന്മാരായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ആർക്കാ ശക്തി എന്നറിയാൻ വേണ്ടിയിട്ട് സൂര്യന്റെ
അറ്റം വരെ പറന്നു. അങ്ങനെ പറന്ന് പോകുമ്പോ എന്നിട്ട് എന്ത്, ഈ ജഡായുവിന് പൊള്ളാൻ തുടങ്ങി സൂര്യന്റെ ചൂട് കൊണ്ട്. അപ്പൊ എന്റെ സഹോദരനെ പൊള്ളണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ ചിറക് കൊണ്ട് അവനെയും കൂടി മൂടി വെച്ച് പറക്കുന്ന സമയത്ത് സൂര്യന്റെ ചൂട് കൊണ്ട് എന്റെ ചിറകുകൾ കരിഞ്ഞിട്ട് അപ്പുറത്തുള്ള ഒരു വിന്ധ്യാപർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതത്തില് ഞാൻ പോയി വീഴുകയാണ് ചെയ്തത്. പിന്നീട് എനിക്ക് ജീവിക്കുകയെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് കാട്ടുതീയിൽ ഞാൻ ചാടാൻ പോകുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തില് ചന്ദ്രമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷീനെ കാണുമ്പോൾ ആ മഹർഷിയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ജീവിതം ഇപ്പൊ അവസാനിപ്പിക്കാനുള്ളതല്ല, രാമകാര്യത്തിന് വേണ്ടി വാനരന്മാർ വരുമ്പോൾ സീതാദേവി എവിടെ ഇരിക്കുന്നത് എന്ന് ആ വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കും എന്നാ മഹർഷി എന്ത് ചെയ്തു, ആ സമ്പാദി എന്ന് പറയുന്ന കഴുകനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ വാനരന്മാര് വന്നപ്പോ എന്തായി, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, സീതാദേവി എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തുല്ലോ. അപ്പൊ എന്തായി, തന്നെ മുളച്ചു ചിറകുകളൊക്കെ. അപ്പൊ ഈ വാനരന്മാർക്ക് സത്യമാണ് സമ്പാദി പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ആര് ചാടും എന്നുള്ള തർക്കത്തിൽ ഓരോരുത്തരോടും ഇങ്ങനെ ജാംബവാൻ ചോദിക്കുകയാണ്. ജാംബവാൻ എന്ന് പറയുന്നത് ഈ വാനരന്മാര് വന്ന കൂട്ടത്തിലെ മുത്തശ്ശനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു കരടിയാണ് ജാംബവാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ വാനരന്മാരുടെ കൂട്ടത്തിലാണ് ഇപ്പം ജാംബവാൻ ജീവിക്കുന്നത്. പണ്ട് ഒരുപാട് ശക്തിയുള്ള മഹാവിഷ്ണുവിന്റെ വാമന അവതാരത്തിൽ ആ വാമനന്റെ കാലടി 21 വട്ടം ചുറ്റി പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജാംബവാൻ. അത്രയും പ്രായമുണ്ട്, അത്രയും ശക്തി ഉണ്ടായിരുന്നു പണ്ട്. ഇന്നിപ്പോ വയസ്സായപ്പോ അത്ര ശക്തിയൊന്നും ഇല്ല. അപ്പൊ എന്നെ കൊണ്ട് ചാടാൻ കഴിയില്ല, നിങ്ങൾ ഓരോരുത്തരും എത്ര യോജന ചാടുന്ന് കണക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് ജാംബവാൻ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അംഗദൻ പറഞ്ഞു 90 യോജന ഒക്കെ ചാടാം, വേണമെങ്കിൽ 100 ആക്കാം, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് ചാടാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, അംഗദൻ യുവരാജാവ് ആവേണ്ട ആളല്ലേ, നാളെ രാജാവ് ആവേണ്ടതാണ് യുവരാജാവായിട്ടുള്ള അംഗദൻ. അപ്പൊ എന്തായി, നീ പോണ്ട, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ വാനരകുലം അനാഥായി പോയില്ലേ. പിന്നെ നാളൻ നീലൻ ഓരോരോ വാനരന്മാരോട് പേരെടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലര് 10 യോജന, ചിലര് 30, 20, 90, 95 വരെ ചാടും. ഇതിപ്പോ 10 യോജന ചാടുന്ന ആളായാലും 90 യോജന ചാടുന്ന ആളായാലും ഒന്നെ ഫലം, ചാടിക്കഴിഞ്ഞാൽ കടലിൽ വീഴും, വെള്ളം കുടിക്കുക, ചാവുക. അപ്പൊ എന്തായാലും മരണം ഉറപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ ആര് ചാടും 100 യോജന അപ്പുറത്ത് ലങ്കയിലേക്ക് എന്നിങ്ങനെ പരസ്പരം അവരിങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമി അല്ലേ മുന്നിൽ നിൽക്കുന്നത്. ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയെ കണ്ടെത്താനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ തന്നെ സന്ദേശം കൊടുത്തത് ശ്രീരാമസ്വാമി. അതങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പോ എല്ലാവർക്കും മനസ്സിലായി ഹനുമാൻ സ്വാമി എന്നെ പോവും. ഹനുമാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, ഹനുമാൻ തന്നെ പോയിട്ട് സീതാദേവിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാനാണെങ്കിൽ പണ്ട് ഒരുപാട് വരങ്ങൾ ലഭിച്ചിട്ട് ഒരുപാട് ശക്തിയുള്ള വായുപുത്രനാണ് ഹനുമാൻ. വായുവിന്റെ വേഗത്തിൽ സഞ്ചരിക്കാനും ചാടാനും ഒക്കെ കഴിയും, ഒരുപാട് വരവും ലഭിച്ചിട്ടുണ്ട്. പണ്ട് സൂര്യനില്ലേ, സൂര്യനെ കണ്ടിട്ട് ആ ഓറഞ്ച് കളറിലുള്ള സൂര്യനെ ഒരു പഴാണ് എന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് 500 യോജന വരെ ചാടിയിട്ടുള്ളതാണ് ഹനുമാൻ. ആ കഥയൊക്കെ എന്ത് ചെയ്തു, ജാംബവാൻ പറഞ്ഞ ഹനുമാനെ ഓർമ്മിപ്പിച്ചു. ഹനുമാന്റെ ശക്തികളും വരങ്ങളും ഒക്കെ ഹനുമാൻ ഒരു ശാപം കിട്ടിയത് കാരണം മറന്നു കിടക്കുകയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ ശക്തി ഉണ്ടായിരുന്നു, നീ സൂര്യനെ വരെ പിടിക്കാൻ ചാടിയിട്ടുണ്ട്, 500 യോജന വരെ ചാടിയവനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ജാംബവാൻ കുറെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് ഹനുമാന്റെ ശക്തികളിലൊക്കെ ഉണർത്തിച്ചു. അപ്പൊ ഹനുമാൻ ജയ് ശ്രീരാം എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ശരീരം കൊണ്ട് വലുതായി. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ജാംബവാനോട്, എന്ത് ചെയ്യണം ഞാന്, സീതാദേവിനെ കണ്ടിട്ട് വന്നാൽ മതിയോ, ലങ്കയെ കത്തിച്ചിട്ട് വരണോ, അതോ അവിടെ പോയിട്ട് ഇനി ഞാൻ ആ ത്രികൂട പർവ്വതത്തോടെ തന്നെ പൊക്കിയിട്ട് സീതാദേവിയെ കൊണ്ടുവന്ന് ശ്രീരാമസ്വാമിക്ക് കൊടുക്കണോ എന്നുള്ളതൊക്കെ അങ്ങനെ ജാംബവാനോട് ആജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ജയ് ശ്രീരാം എന്നങ്ങോട്ട് പറഞ്ഞ വലുതായപ്പോഴേക്ക് പണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്ന ശക്തികളൊക്കെ ഹനുമാൻ സ്വാമിക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് ജാംബവാൻ പറയാണ്, അങ്ങനെ സീതാദേവി ഇപ്പൊ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ശ്രീരാമസ്വാമി പറഞ്ഞിട്ടുള്ള സന്ദേശം സീതാദേവിയെ അറിയിക്കുക, പിന്നീട് സിമ്പലിനായിട്ട് ശ്രീരാമസ്വാമിയോട് പറയുമ്പോൾ ശ്രീരാമസ്വാമി വിശ്വസിക്കണമല്ലോ സീതാദേവിനെ കണ്ടു എന്ന്, അതിനെന്തെങ്കിലും ഒരു അടയാളം കൊണ്ടുവന്നോളൂ, സീതാദേവിയെ കണ്ടിട്ട് വന്നാൽ മതി എന്ന് ഹനുമാനോട് പറയാണ്. എന്നിട്ടോ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ഗതയും ഇങ്ങനെ പിടിച്ചിട്ട് കൈയൊക്കെ അങ്ങനെ പൊക്കി ശരീരമൊക്കെ വലുതാക്കിയിട്ട് ഹനുമാൻ കടലിന്ന് ഒറ്റ ചാട്ടം ചാടുന്നു, പറക്കുകയാണ് ഇങ്ങനെ.
അങ്ങനെ കടലിന്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി കടലിന്റെ ഇടയിൽ നിന്നും കുറെ പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾക്ക് എണ്ണ ഉണ്ടാവില്ലല്ലോ. അപ്പൊ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളോട് വരുന്ന പ്രശ്നങ്ങളും ഹനുമാൻ ചാടിയിട്ട് വെള്ളത്തിൽ വീണോ, അപ്പുറത്തെത്തി സീതേനെ കണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.